അരുണെ, ഈ ചേലക്കരയുടെ ഒരു പൊതു പ്രത്യേകത ഗ്രാമീണ മേഖലകൾ കൂടുതലായി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഈ സർക്കാർ ജീവനക്കാരും മറ്റ് സ്വകാര്യ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരും അപ്പുറം കർഷകരും അതെ ഉള്ള സ്ഥലമാണ്. പിന്നെ കർഷകരും സാധാരണക്കാരും കൂടുതലായി ഉണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ഒരു പക്ഷേ പോളിംഗ് ഡേയിൽ അവധിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ വന്ന് വോട്ട് ചെയ്തിട്ട് ജോലിക്ക് മടങ്ങുക എന്നുള്ളത് അതായിരിക്കും അരുൺ ഇപ്പം കാണിച്ച ആ ക്യൂവിന്റെ ഒരു ലക്ഷണം. അരുണ്, ഈ പോളിംഗ് ശതമാനത്തിന്റെ ഉയർച്ച താഴ്ചകൾ അത് UDF-നും LDF-നും BJP-ക്കും നൽകുന്ന പ്രതീക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അരുൺ സൂചിപ്പിച്ചതുപോലെ പുതിയ വോട്ടുകളുടെ അവകാശികൾ ആരാ എന്നത് സസ്പെൻസാണ്, അത് തെളിയിക്കപ്പെടേണ്ടതാണ്. 5000 വോട്ടുകളുടെ മാത്രം കഴിഞ്ഞ തവണ 2 മാസങ്ങൾക്കപ്പുറം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം അത് പ്രത്യേക സാഹചര്യമായിരുന്നു എന്ന ഇടതുപക്ഷത്തിന്റെ വാദം അത് എത്ര കണ്ട് കഴമ്പുള്ളതാണ്? ആ മണ്ഡലത്തിന്റെ ഒരു ട്രെൻഡ് നൽകുന്ന സൂചനകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം UDF പതിവിന് വ്യത്യസ്തമായ ഒരു പ്രചരണ ശൈലി അവിടെ സ്വീകരിച്ചിരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരു അവകാശവാദമല്ല UDF-ന്റേത്. കാരണം രമ്യ ഹരിദാസ് ചേലക്കരക്കാർക്ക് അറിയുന്ന ആലത്തൂരിന്റെ മുൻ MP-യാണ്. അതുകൊണ്ട് തന്നെ ചേലക്കര വലിയ രീതിയിൽ രമ്യയെ കഴിഞ്ഞ തവണ പിന്തുണച്ചു. 5000 വോട്ടിന്റെ ഭൂരിപക്ഷം കെ രാധാകൃഷ്ണൻ ലഭിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിച്ച മേഖലയാണ്. 2021 കണക്കൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിൽ ഇടതുമുന്നണിക്ക് സ്വാധീനമുണ്ടായ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ നേരത്തെ ഭൂരിപക്ഷ കണക്കുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ ബൂത്തുകളിലെ ലീഡ് നില അത് വളരെ അത്ഭുതകരമായി തോന്നുന്ന തരത്തിലുള്ള ലീഡ് നിലയാണ് 2021 ഉണ്ടായത്. 279 ബൂത്തുകളിലാണെന്ന് കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്തത്. UDF 22ഉം BJP 1ഉം അങ്ങനെയായിരുന്നു അന്നത്തെ കണക്ക്. ആ രീതിയിലുള്ള ഒരു മേധാവിത്വം അന്ന് കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇടതുമുന്നണിക്ക് സംസ്ഥാനത്തൊട്ടാകെ വലിയ ഒരു ഇടത് തരംഗമുണ്ടാക്കിയ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾ കുറേ വളരെ രീതിയിൽ മാറി. ഭരണവിരുദ്ധ വികാരം അലയടിച്ച ഒരു തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അവിടെ ലോക്സഭയിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് പൊതുവിൽ ജനം മുഖം തിരിച്ചു. അതിന്റെ ഒരു പ്രതിഫലനമാണ് അന്നുണ്ടായതെന്ന ഒരു വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾ നടത്തുന്നത്. എങ്കിലും ഈ കാടിളക്കിയുള്ള പ്രചരണം കോൺഗ്രസ് നടത്തുമ്പോൾ BJP അതിശക്തമായി തന്നെ ഇവിടെ പ്രചരണം നടത്തുമ്പോൾ ഈ കണക്കുകളൊക്കെ ഒരുപക്ഷെ മാറിമറിയാം. ഇപ്പോഴും CPM നേതാക്കളൊക്കെ പറയുന്നത് കെ രാധാകൃഷ്ണന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക് UR പ്രദീപും വരുമെന്ന ആത്മവിശ്വാസമാണ്. പക്ഷെ അങ്ങനെയല്ല. ചേലക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് കാണിച്ച ഒരു അതൃപ്തിയുണ്ട്. അത് ഈ ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള കാര്യങ്ങളാണ്. വികസന പ്രശ്നങ്ങളടക്കം ഇവിടെ ജനം ചോദ്യം ചെയ്തതാണ്. അതിന്റെ പ്രതിഫലനം ഇപ്പോഴും ഉണ്ടാകും. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യുവതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴും ഭരണവിരുദ്ധ വികാരത്തിലൊന്നും കുറവുണ്ടായി കാണില്ല എന്ന് പൊതുവിൽ പ്രതിപക്ഷവും BJP-യും ഒക്കെ പറയുന്നു. അതിന് കാരണം നിരവധി കാരണങ്ങളുണ്ട്, വലിയ വിഷയങ്ങളുണ്ട്. PVN ഉയർത്തിയ വിഷയങ്ങളടക്കം സർക്കാരിനെതിരെ ജനരോഷമുണ്ടാക്കിയ വിഷയങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം മുൻപത്തേതിലും വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ BJP-യും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഉപതെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ ഒക്കെ ജനം വിലയിരുത്തും. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ മേന്മ വിലയിരുത്തും. കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിച്ച VS സുനിൽകുമാർ ഈ കൊട്ടിക്കലാശ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ത് വിരുദ്ധ വികാരങ്ങളെയും മറികടക്കാൻ തക്ക പ്രാപ്തിയുള്ള സ്വാധീനമുള്ള നേതാവാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരവും ഈ ചേലക്കരയിൽ പ്രതിഫലിക്കില്ല എന്ന ഒരു ആത്മവിശ്വാസമാണ് സുനിൽകുമാർ അടക്കമുള്ള ഇടതു നേതാക്കൾ വച്ചു പുലർത്തുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഒട്ടും പിന്നിലല്ല ഇടതുമുണ്ട് ആത്മവിശ്വാസം. കോൺഗ്രസ് ആകട്ടെ വളരെ വലിയ ആത്മവിശ്വാസം. കോൺഗ്രസിന്റെ ഇവിടെ പ്രചരണ നേതാക്കളൊക്കെ നമ്മൾ പാലക്കാടുമൊക്കെ കണ്ടിരുന്നു. അവരുമൊക്കെ പറയുന്നത് വളരെ കൃത്യമായ ചിട്ടയായ ഒരിക്കലും കോൺഗ്രസ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും കുറെ കൂടിയൊക്കെ കേന്ദ്രീകൃതമായ പ്രവർത്തനം ഉണ്ടാകാം. പക്ഷെ അങ്ങനെയൊന്നുമല്ലാതെ എല്ലാ തരത്തിലും ഉള്ള ഒരു പ്രവർത്തനം പൂർണ്ണ സമയം കോൺഗ്രസ് ഇവിടെ പ്രവർത്തന രംഗത്തെത്തി. അത് തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള കാരണമായ തന്നെയാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു കാര്യം കോൺഗ്രസ് ഇവിടെ പ്രധാനമായും പ്രചരിപ്പിച്ചത് കെ രാധാകൃഷ്ണനെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും CPM ഉയർത്തിക്കാട്ടാവുന്ന നേതാവ്, അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റാൻ പിണറായി വിജയൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ചേലക്കരയിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെ വരാൻ കാരണമെങ്കിൽ പ്രചരണം കോൺഗ്രസ് നടത്തുന്നത്. എത്രത്തോളം ചേലക്കരക്കാരെ അത് സ്വാധീനിക്കുമെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും കെ രാധാകൃഷ്ണൻ ചേലക്കരയുടെ ഒരു വികാരമായി നിന്ന നേതാവാണ്. അതിൽ ചില ഏറ്റക്കുറച്ചിലുണ്ട് തരത്തിലുള്ള വിലയിരുത്തലൊക്കെ പല കോണുകളിലൊന്നും ഉയരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രചരണം എത്രത്തോളം ചേലക്കര ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് കൂടി കണ്ടറിയണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞു. മിക്ക ബൂത്തുകളിലും ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞു. നേരെ സജിത്ത് പറഞ്ഞ പോലെ പ്രത്യേക കാലാവസ്ഥയുള്ളൊരു മണ്ഡലമാണ് ചേലക്കര. അവിടെ തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്,
വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ജോലിക്ക് പോകേണ്ടവരാണ്. സ്വാഭാവികമായി അവരൊക്കെ നേരത്തെ വന്ന് വോട്ട് ചെയ്തിട്ട് അവരുടെ ജോലിക്ക് ഭംഗം വരുത്താതെ പോവുക എന്ന രീതിയുണ്ട്. പലപ്പോഴും ആ മണ്ഡലത്തിന്റെ പ്രത്യേകത അതാണ്. ഒരു പക്ഷേ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ അവധിയെടുത്ത് ഉച്ചയ്ക്ക് ശേഷം വലിയ ക്യൂ രൂപപ്പെടുന്ന സാഹചര്യവും ഉള്ള ഒരു ഗ്രാമപ്രദേശം ഒരുപാടുള്ള ഒരു മണ്ഡലമാണ് അവിടെ. നമുക്ക് MG